കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തില് ഇവിടെയുള്ള ദേവദാസനായ പണിക്ക് ജയമൻ പാസ്റ്റർ, ദാസന് പാസ്റ്റർ നിങ്ങളോട് ഒരുമിച്ച് ഈ സഭയുടെ എല്ലാവരോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യാം. I truly praise God that the Lord has given this wonderful opportunity to be in this church one more time. അണ്ടമാനത്തിൽ നിന്ന് എനിക്ക് 35 മിനിറ്റ് കിട്ടും. And I came from Andamans. I got 35 minutes. Remember, the translation is there. The time will be expired soon. അത് ഞങ്ങൾ രണ്ടുപേരോട് വീതിച്ചെടുക്കാം. We're going to have a 35, 70. യെരമ്യാവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. Praise the Lord. എന്റെ വചനം എന്റെ ഉള്ളിൽ ഒതുക്കാൻ അസ്ഥികൾ പൊട്ടുന്ന പോലെ. And Jeremiah said that the word is coming into mind and it is going to be burst out. ഞങ്ങളൊക്കെ ഈ അണ്ടമാനത്തിലൊക്കെ പ്രസംഗിച്ചവരാകുമ്പോൾ അരമണിക്കൂർ പ്രസംഗമൊന്നും ഇല്ല. And we don't have that kind of a long message. അതുകൊണ്ട് തന്നെ ഈ അരമണിക്കൂർ ആക്കുമ്പോഴത്തേക്ക് അകത്തങ്ങ് വലിയ വെപ്രാളമാണ്. Hallelujah. And whenever he hears the third half an hour, there will be a very burning. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. And you need to pray for both of us. ഒരു കലക്ഷൻ പഠിപ്പിക്കുന്ന ഒരു സാറ് പറയാന്ന് വെച്ചു. And is there a class teacher saying? ഞങ്ങളെ കലക്ഷൻ പഠിപ്പിക്കാൻ പോകും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And I am going to say, I am going to teach math, and you need to pray for me. അങ്ങനെയുള്ള പറഞ്ഞു നിങ്ങൾ പോകും. And if you go there, such kind of a college, പോകത്തില്ല. you won't go there. എന്നാൽ പൗലോസ് പറയുന്നത് ഞങ്ങൾ വായി തുറക്കുമ്പോൾ വചനം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. Apostle Paul says that whenever you need to pray for me when I open the mouth and declare the word of God. എനിക്ക് വലിയ സന്തോഷമുള്ള 2-3 കാര്യമുണ്ട്. And I have a couple of things I am delighted. എന്റെ മകളെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്കൂടെ വരാൻ എനിക്ക് എന്റെ ഭാര്യയ്ക്കും വരാൻ ഇടയായി. And also I have my daughter here and the kids here. I am so delighted. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത രഹസ്യം ഞാൻ പറയാൻ പോവാ. I want to tell you a private. ഞങ്ങളുടെ വർഷിപ്പ് ലീഡർ ഞങ്ങളുടെ അണ്ടമാൻസുകാരനാണ്. And remember, your worship leader is from the Andaman. അവരുടെ പിതാവ് എന്റെ അടുത്ത സ്നേഹിതനാണ്. And his father is my close friend. എനിക്ക് വലിയ ഇഷ്ടമാണ് അണ്ടമാനത്തിൽ ആരെയൊക്കെ കർത്താവിന്റെ പേരയ്ക്ക് ചെയ്യുന്ന കാണാൻ വലിയ സന്തോഷമാണ്. And I am so happy whenever I see a person from Andaman. എന്റെ മക്കളും മരുമക്കളും ഒക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. And my children and grandchildren, they are doing it. ഞാൻ പല സ്റ്റേറ്റുകളിൽ കഴിഞ്ഞ മാസം പോയപ്പോഴൊക്കെ പലരും ഞാൻ അങ്ങനെ കണ്ടു. And whenever I went to other states, I have seen them. ഞങ്ങളുടെ പ്രയത്നം കണ്ടാൽ വ്യർത്ഥമല്ല. And I want to indeed tell you that the work of Lord not in vain. അങ്ങനെ ദൈവം ഞങ്ങളെ അയച്ച ദേശത്ത് ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. And whenever the Lord sent us and whatever we were able to do, we have done it. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോവാ. I want to ask you a question. കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരാ പ്രസംഗിച്ചത് എനിക്കറിയില്ല. And last week, who made a speech here? പക്ഷേ അവർ പ്രസംഗിച്ച വിഷയം എന്ന് പറയുന്നത് ആരും ഉണ്ട്. എല്ലാവരും നോക്കിയിരിക്കുന്നെ. Who made the speech? എന്റെ അനിയനാണ് പറഞ്ഞത് വേദോത്വത്തിൽ നിന്നാന്ന് പറഞ്ഞത്. I didn't mean it is my brother. He say he was speaking from the Bible. ഞങ്ങളെ വണ്ടിയിൽ പോയിട്ട് ഒരു അച്ഛൻ ചോദിച്ചു, അച്ഛൻ പ്രസംഗിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. And whenever we go to the church and come back and you go around. എന്താണ് ഇത് പ്രസംഗിച്ചത്? What was the message today? ആരാ ഇതൊക്കെ കേൾക്കുന്നത്? And who is going to listen? എന്റെ അനിയൻ പറയും ബൈബിളിൽ നിന്നാ പറഞ്ഞത്. And my brother says it is from the Bible. അത് ഏത് ഭാഗമാ? Which part? 30-15. He says 30-15. നമ്മളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. Remember, whenever you hear the message, you need to remember it. നമ്മളൊക്കെ മറന്നു പോവുകയാ. Mostly we forget it. അതുകൊണ്ടാണ് മോശം നീ എഴുത്. And that's why God told Moses to write it. യോഗനാനന്ദ നീ എഴുത്. And he also told Apostle John, write it. അവരൊക്കെ എഴുതുകൊണ്ടാണ് ന്യായപ്രമാണമൊക്കെ നമുക്ക് കിട്ടിയത്. Those people, they were able to write it. That's why we have the Bible. യോഗനാൻ എഴുതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമുക്ക് കിട്ടിയത്. John wrote it. That's why we have the book of Revelation. ഞങ്ങളിങ്ങനെ ആൻഡമാനത്തിലേക്ക് കർത്താവ് ഞങ്ങളെ അയച്ചു. And the Lord sent us into Andaman. അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങൾ സ്വന്തക്കാരാരുമില്ല. And when we were working there were no relatives. അവിടുത്തെ സാഹചര്യമൊക്കെ വളരെ മോശമായ സാഹചര്യമായിരുന്നു. And the circumstances were very opposite to us. അപ്പൊ ദൈവം അടുത്ത് നമ്മോട് സഹായിക്കാൻ തുടങ്ങി. But the Lord was with us and helping us. നമ്മളതിന് അത്ഭുതം എന്നൊക്കെ പറയും. We say it is a miracle. അത് അത്ഭുതങ്ങളിലേക്ക് അപ്പുറമായിരുന്നു. And it was beyond the miracle. ഒത്തിരി ആയപ്പോ ദൈവം എന്നോട് പറഞ്ഞു എഴുതാൻ പറഞ്ഞു. And the Lord said, write it. ഞാൻ 10 വർഷം മുമ്പ് കുറച്ചൊക്കെ എഴുതി വെച്ചു. And 10 years ago I started അത് writing. മലയാളത്തിൽ ഞാൻ വിതരണം ചെയ്തു. And I distributed in Malayalam. വായിച്ചവർ പറഞ്ഞു പാസ്റ്റർ ഇംഗ്ലീഷിലാക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. And certain people read it in Malayalam. They told me to translate it in English. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാക്കിച്ചു. And it is already here. It is in English now. ഇത് നിങ്ങൾ വായിക്കണം.
You need to read it. ചില പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. Certain books I brought. പുറത്ത് തലയിലെഴുത്തുണ്ട്. നിങ്ങൾ അത് നോക്കണം. അതിനകത്ത് മുമ്പിൽ എത്ര സീനിട്ടാലും ഒരു കുഴപ്പമില്ല. And you can read this book very good. നിങ്ങളത് വായിച്ച കാരണം ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ്. And all these are the miracles of God. ഒരെണ്ണം പറയാൻ ഇവിടെ നേരമില്ല. I don't have time to say even one miracle. എനിക്ക് വചനം പറയാൻ തുടങ്ങിയാൽ പിന്നോട്ട് എനിക്കൊരു അങ്ങ് പോകും ഞാൻ. And if I start speaking about the word, I go. Amen. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. And the Lord bless us all. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. I want to read a word. വെളിപ്പാട് പുസ്തകം 1-17 വാക്യം. The book of Revelation chapter 1. ഞാൻ വേറൊരു ഭാഗം കൊണ്ടാണ് ഇവിടെ വന്നത്. And I brought another part. അതിവിടെ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. I know it is not going to work here. അതിന് അല്പം മനസ്സിലാക്കണമെങ്കിൽ സമയം കൂടുതലെടുക്കും. Because it takes a long time to read it. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചു. അത് നിങ്ങൾ എന്നോട് കൂടെ നിൽക്കണം. You need to be with me. I am going to read it very fast. ഞാൻ എനിക്ക് ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. And also thank you. ഇതൊക്കെ ഒരു ഗിഫ്റ്റാ കേട്ടോ. This one is a gift also. അത് അനേകർക്ക് പ്രയോജനകരമായി തീരും. And the Lord bless it for many people. വെളിപ്പാട് പുസ്തകം 1-17 വാക്യം. Revelation chapter 1 verse 17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. When I saw him, I felt at his feet as dead. നമ്മൾ വായിക്കാത്തതോ കേൾക്കാത്തതോ ഒരു മെസ്സേജും ഇല്ല. And we have heard a lot of messages. നമ്മൾ ഇന്ന് രാവിലെ സങ്കീർത്തനത്തിലൂടെ നല്ല മെസ്സേജ് കേട്ടു. We heard a message from the Psalm this morning. ഇവിടെ യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷ നിമിത്തം പത്മോസ് എന്ന ഒരു ദ്വീപിലായിരുന്നു. Apostle John was also due to the word of God, he was in the island of Patmos. ചുറ്റുപാടുകളിലും മരിച്ചവരുടെ അസ്ഥിയും തലയോട്ടിയും ഒക്കെ കാണാൻ പറ്റും. And he was able to see a skulls and skeletons. എന്നാൽ മരിക്കാൻ പോകുന്നവരുടെ തലയോട്ടി കാണാൻ പറ്റും. And he can also see the skulls of the people about to die. ഇവിടെ മരിക്കാൻ കിടക്കുന്നയാൾ അങ്ങനത്തെ ഒരു സാധാരണ വ്യക്തിയല്ല. And he was not like a usual man. കർത്താവിനോടുകൂടി അധ്വാനിച്ച 12 അപ്പോസ്തലന്മാരിൽ ഒരുവനാണ്. And he was one of the apostles. He was together with Jesus. കർത്താവ് അവരോട് ഒരിക്കൽ ഒരു വാഗ്ദത്തം കൊടുത്തായിരുന്നു. And the Lord gave him one promise. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല. And he said that I will never leave you abandoned. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. And I will come with you. അത് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. And we can see that in the Gospel of John. യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. And the Lord who promised, he is a promise keeper. രക്ഷിക്കപ്പെട്ടവരെല്ലാം കൈയോട്ട് സ്തോത്രം ചെയ്താൽ. Everybody who are saved, raise your hand and praise him. കർത്താവ് നമ്മുടെ മധ്യ വന്നിട്ടുള്ളവർക്ക് വിശ്വസിക്കുന്നവർ കൈവർത്തിക്കാൻ. You believe that Jesus is in our midst, raise your hand and praise him. നമ്മളെല്ലാം കേരളത്തിൽ നിന്നാണ് വന്നത്. We all came from Kerala. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോ Whenever there is a political party meeting, അവരുടെ ലീഡേഴ്സ് വരുമ്പോൾ and the leaders came, അവർ ഇങ്ങോട്ട് വിളിക്കുന്ന കേട്ടാൽ ഇങ്ങനെ ഉയർത്തി പോവാണ്. we can see that kind of a great slogan. ചിലരിക്ക് കൈ പുറകെ കെട്ടി നിൽക്കും. And certain people, they bound their hands on the back. കാരണം എന്താണെന്നറിയാമോ? Do you know why? അവർ ആ പാർട്ടി പെട്ടതല്ല. Because they don't belong to that party. അവർക്ക് ഇത് കാണുമ്പോൾ ഒരുമാതിരി ഒരു അസൂയ. And when you have see these enthusiasm, they are all jealous. ഇവിടെ കണ്ടൊരു റിപ്പോർട്ട് കൊടുക്കാൻ വന്നിരിക്കുക. And he wanted to see this one. യേശുവിന്റെ പക്ഷത്തുള്ളവർ അന്നേരിയ പറഞ്ഞിട്ട് And the woman with Jesus say hallelujah. തക്കമത്വം കൊടുക്കണം. And we need to give him glory according to his name. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എത്ര ഉയർത്തിയ ശബ്ദം ഉയർത്തേ അനുഗ്രഹിച്ചു പോലും. Whenever you raise your voice, the Lord is going to bless you. യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീ. And the psalm says that you give glory to him. അവൻ നമുക്ക് കൃപയും ശക്തി തരുന്നു. And the Lord will give you grace and honor. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് And in the earth we are living. ദൈവത്തിന്റെ കൃപയാണ്. And because of his grace we are living. നമ്മളിവിടെ വരാനിടയായിട്ടുള്ളത്. That's why I have the opportunity to be here. ഞാൻ സുവിശേഷ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. And John, the apostle, he was because of the gospel in the island of Patmos. അന്വേഷിച്ചു പോകാൻ മറ്റാരുമില്ല. And nobody went there. ഇപ്പോഴവിടെ ഇനി എന്താ നടക്കാൻ പോകുന്ന മാർഗം നടക്കാൻ. Nobody knows, but there will be a depth. വാഗ്ദത്തം ചെയ്തവൻ സ്വർഗത്തിലുണ്ട്. But there is a God who promised. യോബ് എന്താ പറയുന്നതെന്നറിയാമോ? Do you know what Job said? എന്റെ വീണ്ടെടുപ്പുകാരൻ സ്വർഗത്തിലുണ്ട്. And he said that my redeemer is in heaven. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നവനാണ്. And I will do whatever he likes. സകലയ്ക്ക് നോക്കിയവരെ കൈവിടാത്ത ദൈവമാണ്. And the Lord, the people who looked upon him, they were not ഈ ashamed. യോഹന്നാൻ പത്മോസിലാണെന്ന് ദൈവത്തിന് അറിയാം. And the Lord knows he was in Patmos. അവിടെ ചെന്ന് സുവിശേഷത്തിന് വേണ്ടി സുവിശേഷം കാരണമാണെന്ന് അറിയാം. And he knew it was because of gospel. ആ സുവിശേഷം യേശു ആകുന്നു. And the gospel himself is Jesus. യേശുവിന് വേണ്ടി നിന്നവരെ ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. And those who stand for Jesus, Jesus will never abandon them. സ്ത്രീയോ പുരുഷനോ വലിയവരോ ചെറിയവരോ Whether it is a man or നേരോടെ whether it is great or small, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. and if you walk righteously,